ബാക്കി കാണണ്ട. മായ എന്ന അവളുടെ പേര്. അവള് പോകാൻ നേരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിന്നെ കിട്ടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. മനുവിനെ നമുക്ക് പങ്കിട്ട് ജീവിക്കാം. വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള അവസരം ഇതാണ്. ഇല്ലെങ്കിൽ നീ കണ്ട വീഡിയോ വിവാഹത്തിന് ശേഷം ലൈവായി കാണേണ്ടി വരും. എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു മകൻ? എനിക്ക് വേണ്ട, കൊന്നുകളയണം. ആന്റി, ഞാനിത് കാണിച്ചത് എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇങ്ങനൊരു മഹാവിപത്തിനെയാണല്ലോ ഞാൻ പ്രസവിച്ചത്. എന്തെല്ലാം ഞാൻ നേടിയോ അതെല്ലാം അവൻ ഇല്ലാണ്ടാക്കുക. ആന്റി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതാ. വിവാഹശേഷം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. മനു വാക്ക് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കണ്ട, അവൻ ചതിക്കും. സോന രക്ഷപ്പെട്ടോളൂ. എല്ലാം ആലോചിച്ച ഞാൻ സമ്മതം മൂളിയത്. പരാജയപ്പെട്ട് മടങ്ങില്ല. ഇവൾമാരുടെയൊക്കെ ലക്ഷ്യം പണമാണ്. മനുവിനെ പ്രലോഭിപ്പിച്ചതാവും. ഈ സാഹചര്യത്തിലും നീ നിന്റെ തീരുമാനം മാറ്റുന്നില്ല? ഇല്ല, എന്ത് നേരിടാൻ ഞാൻ തയ്യാറാ. മനുവിന്റെ എല്ലാ ബാക്ക് സ്റ്റോറിയും ഞാൻ അറിഞ്ഞിരുന്നു. ഇനി ആന്റിയുടെ ഉറച്ച നിലപാടുള്ള സപ്പോർട്ട് വേണം. ഉണ്ടാകും. ഈ മായയ്ക്ക് കാശ് കൊടുത്ത് ഒഴിപ്പിക്കാം. വേണ്ട, അവൾക്ക് മുന്നിലും ഞാൻ തോൽക്കാൻ തയ്യാറല്ല. കാശ് വാങ്ങിയാലും അത് തീരുമ്പോ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരും. നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു മോളെ. എന്റെ ഭാഗ്യം. ഒരു പെണ്ണും ഇങ്ങനെയൊരു ത്യാഗം ചെയ്യത്തില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ആന്റി, എനിക്ക് തന്ന വാക്ക് പാലിക്കണം. എന്നെ വഴിക്ക് വെച്ച് ഉപേക്ഷിക്കരുത്. ഇല്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. നീയാ എന്റെ മരുമകൾ. സാറ് നമസ്കാരം സർ. അഞ്ജന വന്നില്ലേ? ഇല്ല സർ. ഇനി വരാതിരിക്കോ? അങ്ങനെ ചെയ്യോ? ചേച്ചി അങ്ങോട്ട് നോക്കി. അഞ്ചു വന്നല്ലോ. പ്രിയ തൊഴിലാളികളെ, കമ്പനി ഉദ്യോഗസ്ഥരെ, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ അഞ്ജനയെ വിവാഹം ചെയ്യും എന്ന് പറഞ്ഞത്. എന്നാൽ അഞ്ജന ഇന്നലെ വരെ അനുകൂലമായൊരു മറുപടി പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് പറയുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയുക എന്നത് അഞ്ജനയുടെ ഒരു ആഗ്രഹമാണ്. അഞ്ജനയെ അതിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ കുടുംബാംഗങ്ങളെ, വൈസ് ചെയർമാൻ, എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് തീരുമാനിക്കുന്ന നിർണായക നിമിഷമാണിത്. എന്റെ തീരുമാനത്തിനും കുറെ നഷ്ടപ്പെടലുകൾ ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം. എനിക്ക് മനസാറിനെ വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ല. എന്റെ പ്രണയം തുടരും അരുണുമായി. ആന്റി വാ. ഏയ്, ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ. എനിത്തിങ് സ്പെഷ്യൽ? യെസ്, ഞാൻ ഇന്ന് ഈ നിമിഷം ഏറെ സന്തോഷിക്കുന്നു. ഈ നിമിഷം ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞ നിമിഷമായത്. എനിക്കും ബാധകമാണോ ഈ സന്തോഷം? ആന്റി ആണല്ലോ പാറ പോലെ എന്റെ പിന്നിൽ നിൽക്കുന്നത്. ഇന്ന് പ്ലാന്റേഷനിൽ ഒരു വലിയ ചടങ്ങ് നടന്നു. വലിയൊരു സദസ്സിന് മുന്നിൽ
അഞ്ജനയുടെ പ്രഖ്യാപനം. ജീവിതത്തിൽ ഒരിക്കലും മനുവിനെ വിവാഹം ചെയ്യില്ല. മനുവിനെ ഇഷ്ടമല്ല. വീഡിയോ കാണണം. വേണ്ട വേണ്ട, ഇപ്പൊ വീഡിയോ ഒന്ന് കേൾക്കുന്നതന്നെ പേടിയാ. രാജുവേട്ടാ, നമുക്ക് ശാന്തമായ ഒരു അല്പനേരം സംസാരിക്കാം. ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ. വ്യക്തിപരം. ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് രാജുവേട്ടന്റെ ഉത്തരവാദിത്വമല്ലേ? അതിന് എന്റെ മകളെ ബലി കൊടുക്കണോ എന്ന്. ഇന്നത്തെ ഈ ജനറേഷനിൽ വഴിതെറ്റുന്ന കുട്ടികൾ ധാരാളം ഇല്ലേ? അവരുടെ എല്ലാം വിവാഹ ജീവിതം പരാജയമാണോ? അവനും മാറും. സോന ഇതിന് തയ്യാറായത് അവനോടുള്ള സ്നേഹം കൊണ്ടാ. അവക്ക് ഞാനും രാജീവേട്ടനും സപ്പോർട്ട് കൊടുക്കണം. അതെ ഡാഡി.